രാവിലെ 10 മണിയായ സമയം. എന്നിട്ടും അനാമിക ഉറക്കമൊഴിഞ്ഞിട്ടില്ലാട്ടോ. ദേവയാനി ജാനകിയോട് ചോദിക്കാണ്, അല്ല ജാനകി, അനാമിക മോളെ കണ്ടില്ലല്ലോ, ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇന്നലെ വിവാഹത്തിന്റെയൊക്കെ ക്ഷീണമൊക്കെ അല്ലായിരുന്നോ, കിടന്നുറങ്ങിപ്പോയി കാണും, പാവം കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 10 മണി കഴിഞ്ഞപ്പോഴേക്കും അനാമിക എണീച്ചു വന്നിട്ടോ. കുളിക്കുക ഒന്നും ചെയ്യാതെ അതേ കോലത്തില് എണീച്ചു വന്ന് ഹാളിലിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരിപ്പിട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കി എല്ലാവരും ഇരിക്കുകയാണ്. മറ്റാരെ ശ്രദ്ധിക്കാതെ കാൽമേൽ കാലൊക്കെ ഇട്ട് അവിടെ ഒരു പത്രം എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു ബിഹേവിയർ കാണുമ്പം എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കാണ് കേട്ടോ. കാരണം നേരെ മുമ്പിൽ മുത്തശ്ശനൊക്കെ ഇരിക്കായിരിക്കും. മുത്തശ്ശൻ അത്രയും പ്രായമുള്ള ആളാണെന്നൊന്നും ബഹുമാനം കാണിക്കാതെ ഒരു ഗുഡ് മോർണിംഗ് പോലും പറയാതൊന്നും മുമ്പോലും ചെയ്യാതെ കാൽമേൽ കാലൊക്കെ ഇട്ട് ഇരിക്കായിരിക്കും. ദേവേനി ജാനകിയോട് ചോദിക്കാണ്, അല്ല ജാനകി, എന്താ ഇത്, ഈ കുട്ടി എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ചോദിക്കാണ്. ജാനകി പറയാണ്, കൊച്ചു കുട്ടിയല്ലേ ഏട്ടത്തി, അവളുടെ വീട്ടില് അങ്ങനെയൊക്കെ ആയിരിക്കും. അവളുടെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ, അവളുടെ അച്ഛൻ ഗ്രാൻഡ് പേരൻസ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെ വളർന്ന കുട്ടിയല്ലേ അവര് കൊഞ്ചിച്ച് ഒറ്റ മോളല്ലേ ഉള്ളൂ, അതുപോലെ കാശിന്റെ പുറത്ത് വളർന്നതല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ എന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം കാശിന് പുറത്തുനിന്ന് വളർന്നവരല്ലേ, പക്ഷെ അവർക്ക് മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം എന്നൊക്കെ അവർക്കറിയാലോ എന്ന് പറയുന്നുണ്ട്. ജാനകി പറയാണ്, ഞാൻ മോളോട് പറയാന്ന് പറയുമ്പോ ഇപ്പൊ പറയണ്ട, ഇപ്പൊ പറഞ്ഞാലത് മുത്തശ്ശൻ കേട്ട് എന്തെങ്കിലും വിഷയമാക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് അനാമിക അടുക്കളയിൽ നിൽക്കുന്ന നായനോട് പറയാണ്, അടുക്കളയിൽ നായ പണിയായിരിക്കും കേട്ടോ, നായന ഒരു കപ്പ് കോഫി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നായൻ എല്ലാവരും മുഖത്തേക്ക് നോക്കുകയാണ്. എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു വേലക്കാരോട് പെരുമാറുന്ന പോലെ അവർ പെരുമാറുന്നത് കാണുമ്പോഴേക്കും എല്ലാവരും നോക്കുന്നുണ്ട്. ദേവേനി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, അനാമികയാണ് സ്വന്തം മരുമകളെന്നും നയന വേലക്കാരിയാണെന്നും. പക്ഷെ അനാമിക ഈ ബിഹേവിയർ ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നയനെ പക്ക വേലക്കാരിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പം എന്തോ ദേവയാനിക്ക് മനസ്സിനകത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാകുന്നുണ്ട്. നയന ആദർശിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആദർശിന്റെ കണ്ണടച്ച കണക്കാണ്. എടുത്തു കൊടുത്തേക്കെന്നുള്ള രീതിക്ക് നയനയും ആമിനും മുകളിലേക്കൊണ്ട് അവിടുന്ന് ഇങ്ങനെ ചായ വെക്കാൻ തുടങ്ങാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നവി വന്നിട്ട് പറയുന്നുണ്ട്, നയന നിനക്ക് നാണമില്ലേ, അവള് കണ്ടില്ലേ രാവിലെ 10 മണിയായപ്പോ എഴുന്നേറ്റ് വന്നത്, അതും കുളിക്കുക പോലും ചെയ്യാതെ വന്ന ഹാളില് മുത്തശ്ശന് മുമ്പിൽ ഇരിക്കുന്നത് കണ്ടില്ലേ, കാലുമേ കാലൊക്കെ വെച്ച് ആടെങ്കിലും ഉണ്ടെന്നുണ്ടോ നോക്കി പത്രമൊക്കെ വായിച്ച് എന്തേലും പത്രാസ കാണിക്കുന്നേ, എന്നിട്ട് ഓർഡർ ചെയ്യുന്നത് കണ്ടില്ലേ ചായ പോലും, നിനക്ക് നാണമില്ലല്ലോ അവൾ പറഞ്ഞുകൊണ്ട് കൊടുക്കാണെന്ന് ചോദിക്കാണ്. അത് പിന്നെ ചേച്ചി, അത് കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അതെ, നമ്മുടെ നന്ദു നോക്കും അവൾക്കൊക്കെ ഒരേ പ്രായം തന്നെയാ, അവള് പാലിഷിട്ടൊക്കെ നടന്നു പറഞ്ഞാലും ഇതുപോലെ പ്രായമുള്ളവരെ കാണുമ്പോൾ ഇവൾ ഇങ്ങനെയൊന്നല്ല ബിഹേവ് ചെയ്യാറ്, അവളെങ്ങനെ ബിഹേവ് ചെയ്യാറ് എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ട്. അതൊക്കെ വിട് ചേച്ചി, ഇവള് വലിയ ക്യാഷുള്ള വീട്ടിൽ വളർന്നല്ലേ, നമ്മുടെ കുട്ടികളെ പോലെ ആണോ എന്നൊക്കെ ചോദിക്കാണ്. അല്ലേലും എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെയൊക്കെ പറയുള്ളൂ, അവളുടെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടില്ലേ, കണ്ടിട്ട് അങ്ങനെ കൊടുക്കാൻ എനിക്ക് തോന്നേ, ഒന്നും ഉണ്ടാവൂരി ചേച്ചി, ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി ജാനകി ചെറിയമ്മയ്ക്ക്, പിന്നെ നമ്മളെ കണ്ടൂടാ, ഇനി ഇതെങ്ങനെ കേട്ടാല് ചെറിയമ്മ പിന്നെ അത് മതി ബഹളം വെക്കാൻ. ഓ നീ നിന്റെ ചെറിയമ്മയും എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വന്നിട്ട് അടുക്കളയിലേക്ക്, എന്താ ചേച്ചി മേയത്തിനൊരു ബഹളം, അല്ല ആദർശട്ടാ ഇവള് ചെയ്യുന്നത് മോശമല്ലേ, എന്താ നവ്യ എന്ത് പറ്റി, കണ്ടില്ലേ എപ്പോഴും ആദർശന്റെ അമ്മ പറയാലോ ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൾ അനാമികയാണെന്ന്, ദാ ആ മൂത്ത മരുമകളൊന്നും ഇരിക്കുന്നുണ്ടല്ലേ മുത്തശ്ശന് മുമ്പ് ഇരിക്കുന്ന പോലും നോക്കാതെ, കാലുമേ കാലൊക്കെയിട്ട് പത്രമൊക്കെ അയച്ച് എന്ന് പത്രാസല, എന്നിട്ട് ഏതാ ഹോട്ടലിൽ പോയിരുന്ന് ഓർഡർ ചെയ്യുന്നത് പോലെ നൈന കോഫി പറഞ്ഞു വന്നെ കൊണ്ടുകൊടുക്കാൻ ഇവിടെ ഒരാളുണ്ടല്ലോ. അപ്പോഴേക്കും നവ്യയോട് ആദർശ് പറയാണ്, ശരിയാ എനിക്ക് ആ കുട്ടിയുടെ ബിഹേവിയർ ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പിന്നെ ആദ്യയുടെ ഇവിടെ വന്ന കുട്ടിയല്ലേ, എല്ലാരും പറഞ്ഞ പോലെ വലിയ കാശുള്ള വീട്ടിലെ കുട്ടിയാണെന്നല്ലേ പറഞ്ഞത്, അവരുടെ വീട്ടില് അവർ അമ്മ അച്ഛനും മാത്രമല്ലേ ഉള്ളൂ, ഒറ്റ മോളല്ലേ, കൊഞ്ചു വളർത്തിയോണ്ട് അഹങ്കാരമായിരിക്കും, അത് മാത്രമല്ല അവിടെ അങ്ങനെ ഗ്രാൻഡ് പേരൻസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനത്തെ ശീലങ്ങളൊന്നും കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയാണ്, ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവള് വിദ്യാഭ്യാസം ഉള്ളവളല്ലേ, വിദ്യാഭ്യാസം വിവരമുള്ള ഒരാൾക്ക് കോമൺ സെൻസ് ചിന്തിച്ചാൽ അറിയാലോ, നമ്മുടെ മുകളിൽ മുതിർന്ന ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെ മാനസികമായിരിക്കാൻ പാടില്ലെന്ന്. ഓക്കെ അവൾ കാലമേക്കാളുടെ ഇരുന്നൊക്കെ വെച്ചോ, അതൊക്കെ അവളുടെ ഇഷ്ടമാണ്, പക്ഷെ എണീച്ചു വന്നെ മുത്തശ്ശിക്ക് ഹായ് എങ്കിലും പറയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മുത്തശ്ശനെങ്കിലും ചോദിക്കാലോ, ഇത് എന്ത് വൃത്തിയാ, എന്നിട്ട് ഓടുന്ന കണ്ടില്ലേ, അത് കണ്ടിവിടെ വേലക്കാരെ പോലെ ജോലി ചെയ്യാൻ ഇവിടെ എടുത്തി എന്നൊക്കെ പറഞ്ഞ് നവ്യ ദേഷ്യപ്പെടുന്നുണ്ട്. ആദർശ് പറയാണ്, അവിടുന്ന് നയനെ കണ്ണു കാണിച്ചു, ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞെന്ന് പറയാണ്. ആ കൊള്ളാം, ആദർശേട്ടനെ കൂടിയിട്ട് ഇവളൊരു വേലക്കാരി ആക്കിക്കോ, അല്ലേ തന്നെ ആദർശേട്ടന്റെ അമ്മയും എന്റെ അമ്മായിമ്മയും
ദാ ആ ഇരിക്കുന്നവരുടെ അമ്മായിമ്മയും വീട്ടിലുള്ള എല്ലാവരും ഇവളൊരു വേലക്കാരിയെ പോലെ കാണുന്നേ. ആദർശോട് അങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ ആദർശിട്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഇല്ല നദിയ, ഞാനുള്ള അങ്ങനെയൊന്നും കണക്കാക്കാറില്ല. ഞാൻ പറഞ്ഞവളുടെ അടുക്കളയിൽ കയറേണ്ട ഒരു സർവ്വനെ നിയമിക്കാന്ന്. അപ്പൊ ഇവളാ പറഞ്ഞത് അതിനൊന്നും ആവശ്യമില്ല, ലക്ഷ്മി ചേച്ചി ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ, അതൊക്കെ മതിയെന്ന്. നവ്യ പറയാണ്, ഇനിയിപ്പം ആൾക്കാര് കൂടുതലാ, എനിക്ക് ജോലിയൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ സഹായിക്കായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, നേരത്തെ ഇവളെ സഹായിക്കാൻ ചെറിയ ഇങ്ങോട്ടേക്ക് കയറായിരുന്നു, ഇപ്പൊ ചെറിയൊന്നേയും കയറാറില്ല. ഈ ഒരു അവസ്ഥയില് ഇവള് തന്നെ എന്ത് ചെയ്യാൻ ആദർശേട്ടാ? ഒറ്റയ്ക്ക് ഇത്രയും പേർക്ക് 3 നേരത്തെ ഫുഡ് ഉണ്ടാക്കണ്ടേ? അതെന്താ ചെറിയ കാര്യമാണോ? ഈ വീട്ടിലെ സർവ്വത്ര പണിയും ചെയ്യണ്ടേ? ആദർശ് പറയാണ്, എന്നാലും മീനാക്ഷിയോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞാന്ന്. അതുപോലെ തന്നെ ഒരാളെ കൂടെ നിയമിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, അഭിയെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമികനെ നോക്കിയിട്ട് നയന ഇതൊരു കോഫി ആയില്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ പറയുന്നുണ്ട്, ജാനകി ഇതെന്നാലും കുറച്ചു കൂടിപ്പോ എനിക്കൊരു സംശയം. എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അവൾക്ക് അധികാരമുള്ളതല്ലേ? ഇത്രനാളും ചേച്ചിയില് പറഞ്ഞേ. അവള് വരുമ്പോ അവളുടെ പാദസേവ ചെയ്യേണ്ട ആ നയനയും നബിയെന്നൊക്കെ, എന്നിട്ടിപ്പോ ഇപ്പൊ എന്തൊരു മനംമാറ്റം? അയ്യോ അതല്ല ജാനകി, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. അവിടെ അച്ഛൻ ഇരിക്കല്ലേ, അച്ഛനും വെച്ച് അങ്ങനെയൊക്കെ പെരുമാറിയാല് അച്ഛൻ അറിയാലോ, അച്ഛൻ ഏറ്റവും ഇഷ്ടം നയനെയാ. അങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താ അച്ഛന് ദേഷ്യം വരില്ലേ? അതൊന്നും ഇപ്പൊ മൈൻഡ് യാതൊരു കാര്യമില്ല ചേച്ചി. എന്റെ മോള് വലിയ വീട്ടിൽ വളർന്ന പെൺകുട്ടിയല്ലേ, അവൾ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള ബിഹേവിയറൊക്കെ ഞാൻ പറഞ്ഞു മാറ്റിക്കോളാം. ഇത്ര നേരമായിട്ട് അവൾ പോലെ എന്നെടുക്കാടെ കണ്ടില്ലേ, ആദർശം ഞങ്ങളുടെ മുട്ടിപ്പോയി നിപ്പുണ്ട്, ഒരു ചായ വെക്കാൻ 3 പേരാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയന കോഫിയായിട്ട് അനാമിക അടുത്തേക്ക് വരുന്നുണ്ട്. അനാമികയെ കൊണ്ട് കോഫി കൊടുക്കാറുണ്ടോ? കോഫി കുടിച്ചിട്ട് അനാമിക പറയാണ്, അതെ, രാവിലത്തെ ഒരു കോഫി എന്ന് പറഞ്ഞാലേ അതൊരാളുടെ ഫുൾ ഡേയിലുള്ള ആ എനർജിക്കും എല്ലാത്തിനും പറ്റിയ കാര്യ. അവരുടെ ആ ദിവസം എങ്ങനെയാന്ന് അവരുടെ മെന്റാലിറ്റി തീരുമാനിക്കുന്നത് ഈ ഒരു കോഫിയിലൂടെയാ. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ പ്രഭാത ഭക്ഷണത്തിന് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല മോളെ, ഇപ്പൊ എന്താ പറ്റിയേ? ഈ കോഫി വായി വെച്ച് കുടിക്കാൻ കൊള്ളില്ല, നിങ്ങൾ എന്നൊന്ന് കുടിച്ചു നോക്ക്, എനിക്ക് വേണ്ട ഈ കോഫി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അതൊക്കെ കേട്ടിട്ട് നവ്യ അങ്ങോട്ട് വരാണ്. നവ്യ പറയുന്നുണ്ട്, അനാമികെ, നിനക്ക് ഈ കോഫി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ തന്നെ വെച്ച് കുടിച്ചോ, ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. എന്താ ഞാൻ അടുക്കള കയറാനോ? ഇവിടെ സർവൻസ് ഒന്നും ഇല്ലേ? അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഒരാളുണ്ട്, മീനാക്ഷി ചേച്ചി, അവൾ വന്നിട്ടില്ല, അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട കോഫി നീ തന്നെ വെച്ചു കുടിച്ചോ. എനിക്ക് കോഫി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ ഇന്നേരം ഉണ്ടാക്കിയിട്ടുമില്ല, എന്റെ അമ്മ എനിക്ക് കോഫി ഇട്ട് തരാറ്. അതെന്താ മോടെ വീട്ടിലെ സർവൻസ് ഒന്നും ഇല്ലേ? അത് പിന്നെ ഞങ്ങൾ വീട്ടിൽ ആവശ്യമില്ലല്ലോ, ഞാനും അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, അമ്മയ്ക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ ഉള്ളൂ, പിന്നെ അച്ഛൻ ഇടയ്ക്ക് അമ്മയെ ഹെൽപ്പ് ചെയ്യും. അതാ കുഴപ്പം, നീ ഇത്രയും പ്രായമായില്ലേ, നിനക്ക് നിന്റെ അമ്മേനെ ഹെൽപ്പ് ചെയ്തായിരുന്നോ? അമ്മമാര് പഠിപ്പിക്കാവുന്ന കുഴപ്പം അതൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് വന്നിട്ട്, നവ്യ നീ എന്താടി പറഞ്ഞത്? നീ എന്റെ മരുമകളുടെ നേരെ പറയാറായോ? അപ്പോഴേക്കും മുത്തശ്ശനെ വിളിച്ച് പറയാണ്, എന്താണ് ബഹളം? മുത്തശ്ശ അതൊന്ന് ഇങ്ങനെ ജാനകി പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അല്ല ഇത്ര നേരം അനാമിക എന്റെ മുമ്പിൽ തന്നെ ഇരുന്നേ, ഇവിടെ നടന്ന സംഭവങ്ങളിൽ ഞാൻ കണ്ടു. നവ്യ ചോദിച്ചാല് യാതൊരു തെറ്റുമില്ല. അനാമിക മോളെ, നയനയോട് എല്ലാവർക്കും കോഫി ഇടാറ്, എല്ലാവരും കോഫിയുടെ പദവൊക്കെ അനുസരിച്ച് തന്നെ ഇടാറ്. അങ്ങനെയുള്ളപ്പോ പിന്നെ മോള് തന്നെ കോഫി ഇട്ട് കുടിച്ചാ പോരെ, മോക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ചോദിക്കാണ്. അത് മുത്തശ്ശ, ഞാനിതുവരെ കോഫി ഇട്ടില്ല എന്ന് പറയുന്നുണ്ട്. കോഫി ഇടാൻ എളുപ്പമാ മോളെ, വേറൊന്നും വേണ്ട, ഗ്യാസ് എത്തിക്കുക, പാൻ അങ്ങോട്ട് വെക്കുക, അതിലേക്ക് കുറച്ച് പാലും അതിന് നേർപ്പകുതി വെള്ളം ഒഴിച്ച് ഇച്ചിരി പൊടിയിട്ട് പഞ്ചസാര ഇട്ട് തിളക്കിന്ന് വാങ്ങിയാൽ ചായയായി, ചെല് മോള് പോയി കോഫി വെക്കെന്ന് പറയുന്നുണ്ട്. ജാനകി പറയാണ്, വേണ്ടച്ച, ഞാൻ നമുക്ക് കോഫി ഇട്ട് കൊടുത്തോളാം. വേണ്ട ജാനകി, അവൾക്ക് കൊടുത്തോളും എന്ന് പറയുന്നുണ്ട്. ദേഷ്യത്തോടെയുള്ള മുത്തശ്ശന്റെ ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴേക്കും ജാനകി പതിയെ ഒതുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് സ്റ്റോറി ഉണ്ട്, അനാമിക കോഫി ഇടാൻ പോകുന്നൊരു സന്ദർഭം. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ അടുത്തൊരു അപ്ലോഡ് ചെയ്യാമേ. മിസ്സാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെച്ചോളൂ കേട്ടോ. അടുത്തൊരു കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.